നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ, ഈ ബന്ധത്തിൽ നിങ്ങൾ അറിയാതെ തേർഡ് സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിതിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സും നൽകുന്നത്. നിങ്ങളത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നതായിരിക്കും. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. എവിടെയോ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ മനസ്സ് നമ്മൾ വായിച്ചെടുക്കുന്നതാണ്. നമ്മളുടെ പുറമേ ഉള്ള കാര്യങ്ങളല്ല, ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥയും ചിന്തയുമാണ് നമ്മൾ കണക്റ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്യൂച്ചറാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ പ്രസൻറ്റിൽ ശരിക്കും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലിയറൻസ് ലഭിക്കാനും, പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയതോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഓരോ ടാറോ റീഡിങ്സുകളും ഉപകാരപ്പെടുന്നതാണ്. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വളരെ കറക്റ്റായ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാണ് ഈ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യാതൊരു രീതിയിലും സംശയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സുകൾ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചതിന് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ എംപറർ ആണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പം ഏപ്രിൽ മാസക്കാരുടെ എനർജിയും ഒക്ടോബർ മാസക്കാരുടെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഓവറോൾ കുറച്ച് അസ്ട്രോളജി എനർജിയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എല്ലാവർക്കും ഓവറോൾ എനർജി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ദ എംപറർ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലൊരു ക്യാരക്ടർ ആയിരിക്കും. ആ ഒരു പേഴ്സണ് സ്നേഹിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലാത്ത ഒരു ക്യാരക്ടർ എനർജി, കുറച്ച് ഈഗോ കൂടുതലുള്ള ഒരു എനർജി. ഈഗോ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആ ഒരു പരുക്കൻ ക്യാരക്ടർ ബേസ്ഡ് ഉള്ള ഒരു പേഴ്സൺ ആവാം. മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അങ്ങ് പ്രകടിപ്പിക്കാനായിട്ട്, അതായത് ആ ഒരു പ്രണയത്തെ അങ്ങ് നിങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാനും അത് നിങ്ങൾക്ക് തമ്മിൽ ഷെയറിങ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വളരെ ഒരു ക്ലിയറൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എപ്പോഴും ഒരു അതിർവരമ്പിടുന്നുണ്ട്, എപ്പോഴും ഒരു ചെറിയൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു റിലേഷനായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കതിൽ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവാം, ഈ ഒരു പേഴ്സണ് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടോ, അതോ ഈ ഒരു വ്യക്തിയുടെ സ്നേഹം സത്യമല്ലേ എന്നൊക്കെ. പക്ഷേ ഈ ഒരു വ്യക്തി ഒരു പ്രൊട്ടക്ഷൻ, ഒരു ബൗണ്ടറി എനർജി ഇട്ട് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് എനർജിയിലൂടെ കടന്നു വന്നിട്ടുള്ള, ഇമോഷണലി ആ ഒരു പേഴ്സൺ വളരെ അറ്റാച്ച്മെൻറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ വളരെ കണക്റ്റഡ് ആയിട്ട് നിന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒന്നെങ്കിൽ ഒരു റിജക്ഷൻ, അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് മതിമറന്ന് നിന്ന ഒരു ഇമോഷൻസ് പരമാകുന്ന ഒരു ബന്ധത്തിൽ നിന്നും ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ഇമോഷണലി എന്തൊക്കെയോ കാര്യങ്ങളാൽ ഈ ഒരു പേഴ്സൺ ഫെയിലിയർ എനർജി, പെയിൻ എനർജി അനുഭവിച്ച ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ കടന്നുപോയ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മടങ്ങി വന്നിരിക്കുന്നത്, അതായത് ഒരു ജീവൻ്റെ ഒരു അവസാനം, അതായത് ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിച്ച ആ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് നിന്ന് ജീവിതത്തെ വെറുത്ത് പോയി നിന്ന സിറ്റുവേഷൻസിൽ നിന്നും മടങ്ങി വന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ഇമോഷൻ, ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സണ് പാസ്റ്റിലുള്ള ഒരു ട്രോമയിൽ നിന്നും വന്ന ആ
ഒരു സ്ട്രെങ്ത്, പവറുണ്ട്. അതായത് ഇമോഷൻസിന് വലിയ വാല്യൂ കൽപ്പിക്കാത്ത ഒരു ക്യാരക്ടർ എനർജി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ഈഗോ പോലെയും അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന കുറച്ച് സ്ട്രോങ് ആയ, അതായത് ഒരു എന്താ പറയുക, ഒരു മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുകയും ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പേഴ്സണിനെ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷനിൽ ആ ഒരു പേഴ്സൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് കേട്ടോ. അതായത് ഇത് മുന്നോട്ടേക്ക് പോകണോ, ഇതൊരു പോസിറ്റിവിറ്റി ഉണ്ടോ, അതല്ലെങ്കിൽ ഇത് അവസാനിപ്പിച്ച് കളയേണ്ടതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണ് മറ്റാരുടെയൊക്കെയോ ഗൈഡൻസ് അല്ലെങ്കിൽ മറ്റാരെയൊക്കെയോ ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉള്ള പേഴ്സണാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ റിലേഷൻ വളരെ പോസിറ്റീവാണ്, നിങ്ങളിൽ വളരെ സംതൃപ്തിയൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളതെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒന്നെങ്കിൽ പേരൻസിൻ്റെ എനർജിയോ അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റേതൊക്കെയോ ബന്ധങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു സിറ്റുവേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതിൻ്റെ ബേസിൽ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ മാനേജിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് നൽകുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനൊക്കെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇമോഷണലി കണക്റ്റഡ് ആണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് സന്തോഷം, നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഇമോഷണൽ ഹാപ്പിനെസ്സും ഇമോഷണൽ സപ്പോർട്ടും ആ ഒരു വ്യക്തി നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. അതുമാത്രവുമല്ല നിങ്ങളോട് ആ ഒരു പേഴ്സണ് ആഴത്തിലൊരു ഇഷ്ടമുണ്ട്, ഒരു സോൾ കണക്ഷൻസ് ഉണ്ട്. നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന നിമിഷങ്ങളെല്ലാം മറന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ലോസ് എനർജി ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രോമ എനർജി നിൽപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങൾക്കൊപ്പം തന്നെ മറ്റ് ഒരു സിറ്റുവേഷൻസ്, പേരൻസ് ആവാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ ആരെങ്കിലും ബന്ധങ്ങൾ എന്തെങ്കിലും ആവാം, സൗഹൃദ ബന്ധങ്ങളാവാം, ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് മൈൻഡ് ഒന്ന് വിട്ടുപോകുന്നുണ്ട്. ഇടയ്ക്ക് മനസ്സിനകത്ത് അവർക്ക് ചില നിരാശയും കുറ്റബോധവുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കാൻ, ഒന്ന് മാറി നിൽക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയവും എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അവർക്ക് ഒരുപാട് പെയിൻ എനർജി, അതായത് അവർ ആ ഒരു ട്രോമയിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ടില്ല. അവരുടെ മനസ്സിൽ പറ്റിപ്പോയ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു ട്രാജഡി എനർജി, അവരുടെ ജീവിതത്തിൽ നിന്നും തകർച്ചയിലേക്ക് പോയ കുറേ കാര്യങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിനകത്ത് വേദനയോടുകൂടി, അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്കൊന്ന് ഹീലാവാനോ തിരിച്ചു വരാനോ പറ്റിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവർ ശരിക്കും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വരണം, അവരുടെ ലൈഫിലൊരു ചേഞ്ചിങ് വരുത്തണം. ചിലപ്പോൾ അവർ ലോങ് ഡിസ്റ്റൻസിലേക്ക്, ഒരുപാട് ദൂരേക്കൊക്കെ ഒന്ന് പോകണമെന്ന്, ഒരു ട്രാവലിംഗ് പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്നേഹത്തെ നിങ്ങളോട് ആഴത്തിൽ പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. അവർ സ്വയം ഉൾവലിഞ്ഞ് നിൽക്കാമെന്ന് തീരുമാനിച്ച ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ഒരു സ്റ്റക്ക് എനർജിയാണ്. കാരണം അവരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിൽ മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അവർക്ക് ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതൊരു തേർഡ് പാർട്ടി, മറ്റൊരു പേഴ്സൺ എന്നല്ല, സാഹചര്യത്തെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാകുന്ന, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അവരുടെ ജീവിതത്തിൽ എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒന്ന് മായ്ച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ഒരു എലോൺ എനർജി, അവർ മാറി ചിന്തിക്കുന്നു, അതുപോലെ തന്നെ മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും അവരൊരു ബന്ധന അവസ്ഥയിലാണ്, അവർക്കൊരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയാണ്. കാരണം തുറന്നു പറയാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും. അവരുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ
സാറ്റിസ്ഫൈഡ് അല്ല, ഒരു കാര്യത്തിലും സംതൃപ്തിയില്ല, നിങ്ങളെ ഇട്ട് കളയാനും താല്പര്യമില്ല, തേർഡ് സിറ്റുവേഷൻസിനെയും കളയാൻ പറ്റുന്നില്ല, എന്നാൽ ഈ രണ്ട് സാഹചര്യങ്ങളെ അവർക്ക് മാനേജിങ് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് വളരെയധികം ഡിഫിക്കൽറ്റി ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ്. എന്നാൽ അവർ ഒരു സ്തംഭന അവസ്ഥയിലുമാണ്. പുറമേ ഉള്ള ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ വ്യക്തി, ഉള്ളുകൊണ്ട് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റക്ക് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് സ്ട്രോങ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനും എല്ലാവരോടും ഒരു ഹാപ്പിനെസ്സോടു കൂടി സന്തോഷത്തോടു കൂടി മിങ്കിളി ചെയ്തു പോകാനും ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയാണ്. കാരണം കുറ്റബോധവുമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളും ഇപ്പോഴും അവരിൽ നിന്നും വിട്ടുപോയിട്ടുമില്ല. ജീവിതത്തിൽ ഇനി അതുപോലുള്ള ട്രാജഡികളെ അവർക്ക് നേരിടാനുള്ള ഒരു പവറുമില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു ധൈര്യമോ ശക്തിയോ ഒന്നും അവർക്ക് സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ അവർ സ്വയം കണ്ടെത്തിയിരിക്കുന്നത് ഉൾവലിഞ്ഞ് നിൽക്കുക, ആരുമായിട്ട് അമിതമായി കണക്റ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട സമയങ്ങളിൽ നിങ്ങൾക്കൊരു കുറവ് വരാത്ത വിധം ആ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തോന്നുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അവരൊരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിസന്ധികളെയും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും എല്ലാം ഹീലാക്കി കളഞ്ഞ് ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി ഫ്യൂച്ചർ സക്സസ് എനർജിയിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിലായിക്കോട്ടെ, അവരുടെ ജീവിത സിറ്റുവേഷൻസുകളിലായിക്കോട്ടെ, ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ ഒരു പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് പോരണം. അവരെന്തൊക്കെയോ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതിനൊത്തു വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അവരെ പെട്ടെന്ന് പവർ ലോസ് വരുത്തി കളയുന്ന, അവരെ ഒരു ഇരയാക്കി കളയുന്ന, അതായത് അവരെവിടെ ചെന്ന് തൊട്ടാലും അവിടെയെല്ലാം അവർക്ക് ചിലപ്പോൾ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മോശമാകുന്ന ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതായിട്ടും പരാജയങ്ങളുടെ ഒരു സമയം പോലെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അഡിക്ഷൻ എനർജി ഉള്ള പേഴ്സൺ ആണ്. ചിലപ്പോൾ മറ്റു സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിലേക്ക് അമിതമായിട്ട് വേണ്ടാത്ത ചില കാര്യങ്ങളോടാവാം അവർക്ക് അഡിക്ഷൻ. ഇമോഷണലി ഉള്ള ചില ബന്ധങ്ങളോട് തോന്നുന്നതാവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ മറ്റ് ഭൗതികമാകുന്ന ചില കാര്യങ്ങളോടാകാം. ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അവർക്കൊരു അഡിക്ഷൻ എനർജി ഉണ്ട്. അത് അവർക്ക് പവർ ലോസ് വരുത്തുകയാണ് ചെയ്യുന്നത്. അത് അവരെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. അത് അവർക്ക് വളരെയധികം ഭയം അതിജീവിക്കേണ്ടി വരുന്നു. ഭയപ്പെടുത്തുന്ന സിറ്റുവേഷൻസ്, അതായത് തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ചിന്തിക്കുന്നത് അത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു എനർജിയിലേക്ക് എത്തുന്നത്. മെയിനായിട്ട് ഇവരെ സംബന്ധിച്ച് ഇവരൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് കേട്ടോ. ഫാമിലിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന, ബന്ധങ്ങൾക്ക് നല്ല വാല്യൂ കൽപ്പിക്കുന്ന, അതുപോലെ തന്നെ ചുറ്റുമുള്ളവരെ ഇമോഷണലി സ്നേഹിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉള്ള നല്ലൊരു, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ട്രോമ എനർജിയൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി ഈഗോയും ഒരു പരുക്കൻ സ്വഭാവമാണെങ്കിലും അവർ വളരെ നിഷ്കളങ്കമാവുന്ന ഒരു ഇമോഷൻസ് ഉള്ള വ്യക്തി തന്നെയാണ്. മറ്റുള്ളവരോട്, അതായത് കൂടെ ജീവിക്കുന്നവരോടും ചുറ്റുപാടുമുള്ളവരോടും എല്ലാം വളരെ അനുകമ്പയും ദയയും ഒക്കെ കാണിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടലിലേക്ക് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിലേക്ക്, സംശയം, ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ ഇവർക്ക് യാതൊരു രീതിയിലും ഒരു പൂർണ്ണ വിശ്വാസമില്ല. കാരണം ഇവർക്ക് അതുപോലുള്ളൊരു ട്രാജഡി, ഒരു ചീറ്റിംഗ് എനർജി പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് പുതിയൊരു ഇമോഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഇമോഷണലി കണക്റ്റഡ് ആകാമെന്ന് ചിന്തിക്കുമ്പം പെട്ടെന്ന് അവരൊന്ന് സ്റ്റക്കാകുന്നു. അവർ പെട്ടെന്നൊന്ന് തീരുമാനിക്കാനായിട്ട്, അതല്ലെങ്കിൽ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലേക്ക്, ഒരു സംശയത്തിലേക്ക് അവർ പിന്മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബൗണ്ടറി അവരിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്
ചേഞ്ച് ചെയ്യണം, ആ ഒരു ഘട്ടത്തെ ചേഞ്ച് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം സെൽഫ് ഡിസിപ്ലിനോട് കൂടിയും ഒരു കൺട്രോളിങ് പവറോട് കൂടിയും ഒക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം എന്നുള്ളത് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മാനേജിങ് ചെയ്യണം. ആ ഒരു വ്യക്തി തന്നെ മുൻകൈ എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ബന്ധത്തിന് ഒരു പൂർണ്ണതയും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റവും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്യൂച്ചർ സക്സസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നും നിങ്ങളുടെ പേഴ്സണ് വളരെ വ്യക്തമായിട്ടും അറിയാം. പക്ഷേ അവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. അവർ ആ ഒരു സിറ്റുവേഷൻസിനെ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ്. ശരിക്കും അവർക്ക് നിങ്ങളെ വിട്ട് കളയുക, നിങ്ങളെ വിട്ടു പിന്മാറുക എന്നത് യാതൊരു രീതിയിലും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം നിങ്ങളും അവരും തമ്മിൽ വല്ലാത്ത ഒരു കണക്ഷൻസ് ഉണ്ട്, ഒരു സോൾ കണക്ഷൻസ് എനർജി ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ പരമായ ആ ഒരു ബന്ധത്തിന് ഒരു മൂല്യമുണ്ട്, ഒരു പ്രാധാന്യമുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ഒരിക്കലും നിങ്ങളെ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പെട്ടെന്ന് പൊടുന്നനെ ഒരു തീരുമാനം എടുക്കുക എന്നത് അവർക്ക് ചിന്തിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇമോഷണൽ പരമായിട്ട് അവർക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജീവിതത്തിലേക്ക് പുതിയ ചില തുടക്കങ്ങളൊക്കെ നടത്താനായിട്ട്, ജീവിതത്തിൽ എന്തെങ്കിലും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൊക്കെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട വ്യക്തിയാവാം. ചിലപ്പോൾ ഈ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൺ നേരിടുന്നുണ്ടാവാം. അതുപോലെ വെൽത്ത് പരമായിട്ടും ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരു സെക്യൂരിറ്റി, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം. എന്താണെങ്കിലും ഇമോഷണൽ പരമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റിയോട് കൂടിയും ബാലൻസോട് കൂടിയും ക്ഷമയോട് കൂടിയും മാത്രമാണ് ഈ ഒരു പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. ശരിക്കും ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്, എല്ലാ കാര്യത്തിനും സമാധാനപരമാകുന്ന ഒരു വെയിറ്റിംഗ് എനർജി ഉള്ള, അതായത് സമാധാനമായിട്ട് അത് വളരെ സ്ലോ ആയിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലിയറൻസ് കിട്ടി അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ഉറച്ച ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന ഒരു ക്യാരക്ടർ എനർജിയിലുള്ളൊരു പേഴ്സണാണ്. മാത്രവുമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇച്ചിരി ഈഗോ എനർജി കൂടുതലുണ്ട്. അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്ത് കാര്യത്തിലും ഒരു സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാലും ആ ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് സക്സസ്സിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടും പിന്നെ ധൈര്യത്തോടു കൂടി തന്നെ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ ഒരു പ്രസൻസ് വളരെ ശക്തമായിട്ട് ഈ ഒരു റിലേഷൻ ബേസിലുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബന്ധത്തിലൊരു പൂർണ്ണത വരുത്താൻ പറ്റുകയുള്ളൂ എന്നതും ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് ആ ഒരു പേഴ്സൺ അതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഒരു സക്സസ്, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു സക്സസ് ഉണ്ടാവാൻ വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നു, സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ലൈഫിൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ എപ്പോഴും ലൈഫിൽ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രോബ്ലംസ് ആണ് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പാസ്റ്റിലെ ചില കാര്യങ്ങൾ, പാസ്റ്റിൽ ഈ ഒരു വ്യക്തി നേരിട്ട ചില പ്രോബ്ലംസുകൾ എപ്പോഴും തേർഡ് സിറ്റുവേഷൻസ് പോലെ ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം അവസാനിച്ചു പോയോ എന്നും അവസാനിച്ച് നിൽക്കുകയാണോ എന്ന് തോന്നിക്കുന്നൊരവസ്ഥ വരെയുണ്ട് ഈ ഒരു ബന്ധത്തിൽ. പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയും ഈ ഒരു റിലേഷനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിന് ഇപ്പോൾ ഒരു എൻഡിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ചിലരൊക്കെ എബ്രോഡ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാവാം. ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു ട്രാവലിങ്ങിലൂടെ നിങ്ങളുടെ റിലേഷൻ്റെ പ്രോബ്ലംസുകൾ പൂർണ്ണമായിട്ടും ക്ലിയർ ആവുന്നതായിരിക്കും. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിൽ ഓവറായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നു. സാമ്പത്തിക ഭദ്രത, വെൽത്ത് ആൻഡ് എനർജിക്ക് പ്രാധാന്യം കൊടുത്ത് ആ ഒരു എനർജിയിൽ, ആ ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക്, അല്ലെങ്കിൽ അത് കരിയർ ആവാം, ഫിനാൻസ് ആവാം, സാമ്പത്തികപരമായിട്ട് ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശ്രമമാവാം, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് പെട്ട് നിൽക്കുന്ന ആളുകളുടെ എനർജി കുറച്ച് ആളുകളിൽ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് വന്നു കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തേർഡ് സിറ്റുവേഷൻ
സിറ്റുവേഷൻസ് എൻഡ് ആവും. കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം ഫാമിലിപരമാകുന്ന പ്രശ്നങ്ങൾ, അതായത് കുടുംബപരമാകുന്ന തടസ്സങ്ങൾ ഇമോഷണലി സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട്. ഫാമിലീൻ്റെ, അതായത് പേരൻസിൻ്റെ ഒക്കെ ഒരു എനർജി തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ എൻഡാക്കി എടുക്കാൻ നിങ്ങളും ശരിക്കും മാനിഫെസ്റ്റിങ്ങും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ അവരും ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയിലാണ് നിൽക്കുന്നത്. ആ ഒരു സാഹചര്യം പോസിറ്റീവായ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും എൻഡ് ആകുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ ആ പാസ്റ്റിലെ ചില കാര്യങ്ങൾ, ഒരു കർമ്മ എനർജി നേരിടുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് വളരെയധികം ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നിൽപ്പുണ്ട്. അതായത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളോട് ഒരു വിരക്തി ഫീൽ ചെയ്ത് കുറച്ച് വ്യക്തികൾ ഒരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്നുണ്ട്. കുറച്ച് വ്യക്തികളുടെ പേഴ്സൺ ഇമോഷൻസിനെ ഒന്നും എല്ലാം റിജക്റ്റ് ചെയ്തിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും ശക്തമായിട്ടും ആ പാസ്റ്റിലെ ട്രാജഡി എനർജിയിൽ പെട്ടതുകൊണ്ടുള്ള ചില പ്രോബ്ലംസുകൾ ചില വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതും എൻഡ് ആകുക തന്നെ ചെയ്യുന്ന സാഹചര്യമാണ് കാണുന്നത്. ശരിക്കും പ്രാർത്ഥിക്കുക, മുന്നോട്ടേക്ക് പോകുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. ജീവിതത്തിൽ എല്ലാം നമ്മൾ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പോകുമ്പോഴാണ് ജീവിതം ശരിക്കും ഒരു പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. എല്ലാ എക്സ്പീരിയൻസും നമ്മൾ നേരിടണം. അപ്പോഴാണ് നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് എനർജിയൊക്കെ വരികയുള്ളൂ. ഫോർഗീവ്നെസ് എന്നാണ് കേട്ടോ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചൊക്കെ നമ്മളും ക്ഷമിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് വരിക, ഫോർഗീവ്നെസ്സിലേക്ക് വരിക കേട്ടോ.